Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അരേലിയ ചെടിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അരേലിയ ഏകദേശം 8 മാസം പ്രായമായ അരേലികളാണ് ഇതൊക്കെ. അപ്പോൾ ഞാനിത് നഴ്സറിയിൽ നിന്നൊന്നും കൊണ്ടുവന്ന് വെച്ചതല്ല, കമ്പ് നട്ട് പിടിപ്പിച്ചാണ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ 8 മാസം കൊണ്ട് ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ എന്തൊക്കെ ചെയ്യണം, ബോൾ ഷേപ്പ് നിലനിർത്താൻ എന്ത് ചെയ്യണം, പിന്നെ ഇതിങ്ങനെ കൂടുതലായിട്ട് വളർന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അപ്പോൾ ചെടിച്ചട്ടി എങ്ങനെ മാറ്റി കൊടുക്കണം, പിന്നെ ഏത് കഷ്ണം നട്ട് പിടിപ്പിച്ചാലാണ് ഇതുപോലെ ബോളായിട്ട് വരുന്നത് ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു അരേലിയ ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഗാർഡനിൽ നല്ല ഭംഗി കൂട്ടുന്ന ഒരു ചെടി തന്നെയാണ് ഈ അരേലിയ. അരേലിയ ഒരുപാട് വിധമുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു 2 ഐറ്റം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു അരേലിയ കണ്ടോ, ഇത് ഞാൻ മണ്ണിൽ നട്ട് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു പോണ്ടിൻ്റെ സൈഡിൽ ഞാൻ ഒരുപാട് നട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരിങ്ങനെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ പറിച്ചു കൊടുത്ത് അങ്ങനെ അതൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ ഒന്ന് മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറിയൊരു കമ്പാണ് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ, അത് അതുപോലെയാണ് ഞാൻ നട്ട് വെക്കാറ്. ഞാൻ ഏതെങ്കിലും ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാനിത് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരൊറ്റ കമ്പേ പിടിച്ചിട്ടുള്ളൂ, ബാക്കി ഒരുപാട് കമ്പുകൾ ഇങ്ങനെ കുത്തി കൊടുത്തിരുന്നു, അതൊക്കെ പോയതാണ്. അപ്പോൾ ഇതുപോലെ വേര് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള കുഞ്ഞു കമ്പുകളാണ് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അതുപോലെ വേര് പിടിപ്പിച്ചെടുത്തതാണ്. പക്ഷേ ഇതുപോലെ ബുഷിയായിട്ട് വളരാൻ ഈ ഒരു ചെറിയ കുഞ്ഞു കമ്പ് പോരട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് വേര് പിടിപ്പിച്ച് കൊടുക്കാൻ ഏറ്റവും ബെറ്റർ ഇതുപോലെയുള്ള കുഞ്ഞു കമ്പുകളാണ്. പക്ഷെ നിങ്ങളിത് കണ്ടോ, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഒരൊറ്റ കമ്പൊന്നല്ല ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കമ്പുകൾ ഒന്നിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ബുഷിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും അരേലിയ നട്ട് കൊടുക്കുമ്പോൾ ഈ ഒരൊറ്റ കമ്പെന്ന് ഇത്രയും വലിയ ബുഷിയായിട്ടുള്ളൊരു ചെടിയൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 വർഷമെല്ലാം പിടിക്കും. കാരണം അതിങ്ങനെ കട്ട് ചെയ്ത് ബുഷിയായി വരണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കൂലേ. അത് പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇതുപോലെ ബുഷിയായിട്ട് വളർത്തുകയാണെങ്കിൽ, ഒരുപാട് കമ്പ് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്കൊരു 2 മാസം കൊണ്ട് തന്നെ ബുഷിയായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാനപ്പോൾ ആ ഒരു നിലത്ത് നട്ടിട്ടുണ്ടായിരുന്ന ചെടിയാണ് കേട്ടോ, അത് ഞാൻ പറിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് ഞാനൊരൊറ്റ കമ്പാണ് നട്ടിട്ടുള്ളത്. അരേലിയ അങ്ങനെ വളരൂല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കമ്പുകൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ഇങ്ങനെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ അത് കുറച്ച് കട്ടിയുള്ള കമ്പായിരിക്കണം, ഈ കുഞ്ഞു കമ്പാവരുത്. അപ്പോൾ അത് പക്ഷേങ്കിൽ ഏത് സമയത്ത് നട്ടാലാൾ പിടിക്കുകയെന്ന് വെച്ചാൽ ഒന്നുകിൽ മഴ പോകുന്ന ആ ഒരു സീസണിൽ, മഴ ഇങ്ങനെ പോയി തുടങ്ങുന്ന ആ ഒരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ മഴ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ആ തുടക്കത്തിൽ ഒരുപാട് മഴയൊന്നും ഇല്ലാതെ ഇങ്ങനെ ജസ്റ്റ് ആ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ കമ്പ് പിടിപ്പിച്ചാൽ അത് മുളച്ച് വരും. അല്ലാത്ത സമയത്തൊന്നും അരേലിയ വലിയ തടിയുള്ള കമ്പൊന്നും വെച്ച് കഴിഞ്ഞാൽ മുളച്ച് വരില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇനി കാണിക്കുന്നത് എൻ്റെ അരേലിയാസൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റാനായിട്ടുണ്ട്. എന്നാൽ ഹൈറ്റ് കൂടുതലൊന്നും വേണമെന്നില്ല, ചട്ടിയുടെ വലിപ്പം വീതിയാണ് കൂടുതലായിട്ട് വേണ്ടത്. കാരണം അത് ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യാണ്, കുറച്ച് ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പം നമ്മളത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ നല്ല ശ്രദ്ധയോടെ തന്നെ അത് അടർത്തിയെടുക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേരിനൊന്നും അധികം ഡാമേജ് വരാത്ത രീതിയിൽ വേണം ഇത് ഇളക്കിയെടുക്കാൻ. അപ്പം നമ്മളങ്ങനെ ഇളക്കിയിട്ട് ഇത് കുറച്ചുകൂടെ ആ ഒരു വലിയ ചട്ടിയിലോട്ട് മാറ്റുകയാണ്. കാരണം ഇത് കണ്ടപ്പോൾ ആ ഒരു ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ ബോൾ ഏരിയയിൽ എപ്പോഴും ആ ഒരു ബോൾ ഷേപ്പിൽ തന്നെ ഇങ്ങനെ കവർ ചെയ്ത്, ശരിക്കും ബോൾ ഷേപ്പ് അല്ല, നല്ല ഗോളാകൃതിയിലാണ് അല്ലേ, അർദ്ധഗോളാകൃതിയിലാണ് നമ്മളതിനെ വളർത്താറുള്ളത് ചട്ടിയുടെ മുകളിൽ. ഇനി ബോൾ ഷേപ്പിൽ വളർത്തുന്നത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിന് ഇങ്ങനെ എല്ലാ ചെടികളല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ 2 ചട്ടിയിൽ ഞാൻ വളർത്തുന്നത് അതുപോലെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് അത് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മണ്ണും, അപ്പോൾ മണ്ണ് ഇടുന്നതിന് മുന്നേ ഞാൻ 2-3 ഓട് കഷ്ണമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഹോളിന് നേരെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ മണ്ണ് നിറക്കുക. അപ്പോൾ ഒരുപാട് മണ്ണൊന്നും ഇടണ്ട കേട്ടോ, അടിയിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. പിന്നെ അരേലിയ ചെടി നമ്മൾ അതിൽ താഴ്ത്തിയാണ് വെക്കാറുള്ളത്. അത് അരേലിയ ചെടി ഒരിക്കലും ഇങ്ങനെ മേലെ ചട്ടിയുടെ മുകളിലല്ല വെക്കാറുള്ളത്. ആ ചട്ടിയുടെ മുകളിൽ ആ ഒരു ചെടിയുടെ മുകൾ ഭാഗം മാത്രമാണ് വരേണ്ടത്. എങ്കിലേ നമുക്ക് ആ ഒരു അർദ്ധഗോളാകൃതിയിൽ ഇങ്ങനെ ആ ചെടിയെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ, ഏത് ചട്ടിയിൽ വെക്കുകയാണെങ്കിലും ചെടി താഴോട്ട് താത്തിയിട്ടാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ആ ചട്ടിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ
അപ്പോൾ ഇതുണ്ടോ ഇതുപോലെയാണ് നമ്മൾ വച്ച് കൊടുക്കേണ്ടത്. എന്നെങ്കിലേ നമ്മൾ ആ ഒരു ബോൾ ഷേപ്പിൽ തന്നെ ഇത് വളരുള്ളൂ. അല്ലെങ്കിൽ ചട്ടിയുടെ മുകളിൽ ചെടി ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് അരേലിയ ചെടിയുടെ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചെടി നട്ട് കൊടുക്കുമ്പോൾ അത് താഴ്ത്തി വേണം നട്ട് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു 5 ചട്ടിയിലും അരേലിയ ചെടിയേഴ്സ് ഒക്കെ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചെടി ഞാൻ ആ നിലത്തുനിന്ന് പറിച്ചതാണ്. ബാക്കി 4 എണ്ണം എൻ്റെ ചട്ടിയിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് തന്നെ നട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു മണ്ണിൽ നട്ടതും ഈ ചെടിച്ചട്ടിയിൽ നട്ടതും ഒക്കെ ഒരേ സമയത്താണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു കമ്പ് കൊടുത്തിട്ട്, അതായത് 2 കണല്ല ഒരു കമ്പാണ് ഞാൻ കൊടുന്നിരുന്നത്. അതൊരു ചെടിയിൽ നിന്ന്, അയൽവാസിയുടെ വീട്ടിൽ നിന്നുള്ളൊരു ചെടിയിൽ നിന്ന് പൊട്ടി നിന്നതാണ്. ആ ഒരു കമ്പ് കൊടുന്നുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഞാൻ ഓരോ ചട്ടിയിൽ നട്ടു കൊടുത്തു. മറ്റത് വേറെ ആ 2 പീസും അതേപോലെ തന്നെ വേറെ 2 ചട്ടിയിൽ നട്ടു കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണിത്. അപ്പോൾ ഇനി നമ്മളിതാ ഈ ഒരു ബോൾ ഷേപ്പ് ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ തുനുമ്പൊക്കെ ഉണ്ടല്ലോ, അതായത് ആ ഒരു തൂമ്പ് വരുന്ന ഭാഗം, ആ ഒരു ചെടി ഇങ്ങനെ വളർന്നു വരുന്ന ആ തുമ്പ് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്യണം. അല്ലാതെ ലീഫ് മാത്രം കട്ട് ചെയ്താൽ പോരാ, അതിൻ്റെ ആ ഒരു എഡ്ജൊക്കെ കട്ട് ചെയ്ത് പോരണം. എങ്കിലേ ഉള്ള അടുത്ത തൂമ്പ് വരുമ്പോൾ 2-3 കണയൊക്കെ ആയിട്ട് വന്നിട്ട് അത് ബുഷിയായിട്ട് മാറുള്ളൂ. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു തിക്നെസ്സൊക്കെ കൂടി വന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. അല്ലാതെ നമ്മൾ ആ ലീഫിൻ്റെ ഒരു എഡ്ജ് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ വെറുതെ ആ ഷേപ്പ് ആകുക മാത്രമേ ചെയ്യുള്ളൂ. ആ ഒരു തൂമ്പ് പുതിയ ലീഫുകൾ വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. എങ്കിലേ ഉള്ളൂ അടുത്ത ഇനി ഒരു മാസം കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു ചെടി ഒന്നും കൂടെ ഭംഗി കൂടി, ഒന്നും കൂടെയൊക്കെ വീതിയും അതിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ കൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നൂല. കാരണം ലീഫൊന്നും ഉണ്ടാവില്ല, നോടുകൾ ഇങ്ങനെ ലെവലായി നിൽക്കുമായിരിക്കും. പക്ഷെ ഒരു മാസം കൊണ്ട് തന്നെ അത് റിക്കവറായി വരും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മളെ ചെടികളൊക്കെ നമ്മൾ നല്ല പോലെ തന്നെ ബോൾ ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കണ്ടപ്പോൾ ആ ചട്ടിയുടെ കുറച്ച് ഉൾവശത്തായിട്ടാണ് ഈ സാധനം നിൽക്കണുള്ളൂ, ഈ ചെടി നിൽക്കണതുള്ളൂ. ഇനി അത് ഫുള്ള് കവറായി വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു 2 കമ്പിൽ നിന്നാണ് ഞാൻ അത്രയും ചെടികൾ, ആ ബാക്കിയുള്ള ചട്ടിയിലൊക്കെ ഉള്ള ചെടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കമ്പിൽ നിന്ന് ഒരൊറ്റ ഇല പോലും ഇല്ലാതെ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടാണ്. ഞാനിത് കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഒരു ഷേപ്പ് കാണിച്ചു തരാം. ഇതാണ് ശരിക്കും ബോൾ ഷേപ്പിൽ നിൽക്കുന്ന ചെടി. കാരണം ഇത് ഒരു കമ്പുമ്മ ഹൈറ്റിൽ വന്നിട്ട് പിന്നെ ഒരു ബോൾ ഷേപ്പിലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ അതുപോലെ തന്നെ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു ചെടി ഞാൻ ഇതുപോലെ കുറച്ച് ഹൈറ്റിൽ വന്നിട്ട് ഒരു ബോൾ ഷേപ്പിൽ നിൽക്കുന്ന രീതിയിലാണ് വളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ ചെടിയായ സമയത്ത് ഞാൻ കുറച്ച് മണ്ണ് മാത്രം ഇട്ടാണ് ഈ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാൻ അവിടേക്ക് ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് മണ്ണും പിന്നെ ചാണകപ്പൊടിയൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടല്ലേ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ചെടിയുടെ കണ്ടോ ഓരോ നോടുകൾ, ഇത് ഞാൻ ഇത്ര വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവിടുന്ന് പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ടാണ് ഇത് ഇത്രയും ബോളായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ആ ഒരു കമ്പ് വെറുതെ ഒരു കമ്പാണ് നട്ട് കൊടുത്തതെന്ന്, ഒരു ചെടിച്ചട്ടിയുടെ മൂലയിൽ വെറുതെ കുത്തി വെച്ച് കൊടുത്താണ്, ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുത്താണ് ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫുള്ളും കട്ട് ചെയ്തെടുത്ത ആ ഒരു ചെറിയ ഒരു കണ മാത്രം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ 2-3 ശിഖരങ്ങളായിട്ടുള്ള ഒരൊറ്റൊരു കൊമ്പ്, അതങ്ങനെ ഒരു ചട്ടിയിൽ ഒരു മൂലയിൽ കുത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തെക്കുകയാണെങ്കിൽ മാറ്റി കൊടുക്കരുത്, അങ്ങനെ വെച്ചു. അതേപോലെ തന്നെ ആ മറ്റേ ചട്ടിയിലും സെയിം പ്രൊസീജിയറാണ് ചെയ്തത്. അപ്പോൾ അത് രണ്ടും ഒരേപോലെ തന്നെ വളർന്നു വന്ന് അതിൻ്റെയൊക്കെ തൂമ്പുകൾ, ഒരുപാട് തൂമ്പുകളാണ് വന്ന് അതിൻ്റെ ആ ഒരു നോടുന്നൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് പിന്നെ നമ്മൾ ആ ഒരു നിലത്തുനിന്ന് പറിച്ചാണ്ട് ഇപ്പോൾ ചട്ടിയിലോട്ട് മാറ്റിയ ചെടിയാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒത്തിരി നമ്മൾ കട്ട് ചെയ്തു കേട്ടോ, ആ ഒരു ലെവല് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നല്ല ഹൈറ്റിൽ വളർന്നിരുന്നല്ലോ. അപ്പോൾ അതിന് കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മൾ ഇനി എങ്ങനെയാണ് പുതിയ തൈകൾ പിടിപ്പിക്കാമെന്നില്ലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെയല്ല ബോൾ അരേലി ആയത് ആ ഒരു ചട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു അർദ്ധഗോളത്തിലുള്ള ഷേപ്പിലെ ചെടികൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നില്ലാണ് കേട്ടോ കാണിക്കുന്നത്.
പിന്നെ ഈ ഒരു മറ്റൊരു ചട്ടിയിലെ ചെടി ഇതുപോലെയുള്ള കമ്പ് നട്ടുപിടിപ്പിച്ചാൽ ഉണ്ടാവില്ല. അത് നല്ല വണ്ണല്ല കമ്പിൻ്റെ നട്ട് കൊടുക്കണം. എങ്കിലേ ഉള്ളൂ അതിങ്ങനെ ആ ഒരു സ്റ്റെമ്മ് കുറച്ച് വലുതായിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബോൾ ഷേപ്പിലായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ കുറേ ചെറിയ ചെറിയ ചട്ടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മളിത് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു കമ്പുകളാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നോഡുകളൊക്കെ കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഒരു ചട്ടിയിൽ ഒരു 5 പീസൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 or 5 പീസ് നമ്മളിതിൽ വെച്ച് കൊടുത്താൽ ഇനിയിപ്പോൾ 1 or 2 കമ്പ് അതിൽ നിന്ന് ഉണങ്ങിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ബാക്കി ഈ 3 കഷ്ണം തന്നെ ഉണ്ടായാലും നല്ല ബോളായിട്ട് തന്നെ വരും. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കുറച്ച് ചട്ടിയിലും കൂടി ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 4-5 ചട്ടിയിൽ ഇത് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് 1 മാസം കഴിയുന്നതോട് ഈ ഒരു ചട്ടിയിൽ കുറച്ച് വലുതായി വരും. അപ്പോൾ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓരോ 15 ദിവസം കൂടുമ്പോഴും നമ്മളിത് ട്രിം ചെയ്ത് കൊടുക്കണം. എന്നെങ്കിലേ ഉള്ളൂ ഒരു ബോൾ ഷേപ്പിലായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അത് നല്ല പോലെ തന്നെ വലുതായി വരികയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓരോ ചെടികളും ഞാൻ ഓരോ 15 ദിവസം കൂടുമ്പോഴും അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ എല്ലാ പണികളും ഇന്നത്തെ ആ ഒരു പണിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ അരയിലെ ചെടികൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇപ്പോൾ ഒരു ബോൾ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി തിക്കായിട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ അരയിലെ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ചെടിച്ചട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ നിരത്തി വെച്ചാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ ചതുരച്ചട്ടിയിൽ മാത്രമാണ് ഇപ്പോൾ ആ തിണ്ടിൽ വെക്കുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവച്ചിട്ടോ. അപ്പോൾ ഈ ഒരു അരയിലെ ചെടി ഇതുവരെ വളർത്താത്തവർ ഒന്ന് വാങ്ങി വളർത്തി നോക്കുകൊണ്ട് നല്ല അടിപൊളി ചെടിയാണ്. ഈ ഒരൊറ്റ ചെടി മാത്രം മതി നമ്മളെ ഗാർഡനെ ഭംഗി കൂട്ടാൻ. പിന്നെ നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം കേട്ടോ. നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ചാലാണ് ഈ ഒരു ഗോൾഡൻ അരയിലേക്കൊക്കെ നല്ല കളർ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.